ആരാകും ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് ക്യാപ്റ്റൻ? ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ചർച്ച സജീവമാണ്. ശുഭ്മാൻ ഗിൽ, ജസ്പ്രീത് ബുംറ, ഋഷഭ് പന്ത്, KL രാഹുൽ, ശ്രേയസ് അയ്യർ എന്നീ പേരുകളാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. ഇവരിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ശുഭ്മാൻ ഗില്ലിനാണ്. ഇന്ത്യയുടെ അടുത്ത നായകൻ ഗിൽ തന്നെയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പല റിപ്പോർട്ടുകളും. ബോർഡർ ഗവാസ്കർ ട്രോഫി കഴിഞ്ഞപ്പോൾ ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് ക്യാപ്റ്റനാകുമെന്ന് പലരും കരുതി. എന്നാൽ ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഗിൽ എന്ന 25-കാരൻ്റെ എൻട്രി. രോഹിത്തിന് ശേഷം അടുത്ത നായകനെന്ന് വിശേഷണം കേട്ട ബുംറ ഇപ്പോൾ ക്യാപ്റ്റൻസി റേസിൽ പോലും ഇല്ലെന്ന് വേണം പറയാൻ. 3 ഫോർമാറ്റിലെയും ഇന്ത്യയുടെ പ്രീമിയം ഫാസ്റ്റ് ബോളറാണ് ബുംറ. താരത്തിന്റെ വർക്ക് ലോഡ് കുറയ്ക്കുക എന്നത് BCCIയുടെ കൂടി പ്രധാന ആവശ്യമാണ്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പരിക്കുകളും ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ബുംറയ്ക്ക് വില്ലനായിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ലോങ് ടൈം ക്യാപ്റ്റനെ BCCI തേടുമ്പോൾ അവിടെയും 31-കാരനായ പേസറുടെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുകയാണ്. ഈ കണ്ടീഷനാണ് ഗില്ലിനും അനുകൂലം. 2018 അണ്ടർ-19 ലോകകപ്പിൽ പൃഥ്വി ഷായുടെ ഡെപ്യൂട്ടി ആയിരുന്നു ഗിൽ. പിന്നീട് ഇന്ത്യൻ സീനിയർ ടീമിൽ സ്ഥിരസാന്നിധ്യമായ ഗിൽ T20 ടീമിനെയും നയിച്ചു. 2024 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ നടന്ന സിംബാബ്വെ പര്യടനത്തിലായിരുന്നു ഗിൽ ക്യാപ്റ്റനായത്. ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് കൂടുമാറിയതോടെ IPLൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകനായി കഴിഞ്ഞ സീസണിലാണ് ഗിൽ ചുമതല ഏറ്റെടുക്കുന്നത്. ക്യാപ്റ്റനായുള്ള ആദ്യ സീസൺ ഗില്ലിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. എന്നാൽ ഇത്തവണ ഗില്ലിന് കീഴിൽ പ്ലേ ഓഫിനരികിൽ നിൽക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ്. ക്യാപ്റ്റൻസി സമ്മർദ്ദമില്ലാതെ ബാറ്റ് കൊണ്ടും സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്നൊരു താരം. ടെസ്റ്റിൽ പറയത്തക്ക പരിചയസമ്പത്ത് ഗില്ലിനായിട്ടില്ല. 2020 റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് വന്നെങ്കിൽ ഇതുവരെ 32 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിലെ 59 ഇന്നിംഗ്സിൽ നിന്നായി 35.05 ശരാശരിയിൽ 1893 റൺസാണ് ഗില്ലിന്റെ സമ്പാദ്യം. 5 സെഞ്ചുറിയും 7 അർദ്ധ സെഞ്ചുറിയും താരത്തിന്റെ അക്കൗണ്ടിലുണ്ട്. ക്രിക്കറ്റിന്റെ ലോങ്ങസ്റ്റ് ഫോർമാറ്റിൽ ഈ നമ്പറുകൾ ഒരുപക്ഷെ അത്ര മികച്ചതായിരിക്കില്ല. എന്നാൽ ഈ ചുരുങ്ങിയ കാലത്തിനിടെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഇന്നിംഗ്സുകളും ഗില്ലിന്റെ ബാറ്റിൽ നിന്നും പിറന്നിട്ടുണ്ട്. 2020-21 ഇന്ത്യയുടെ ഓസീസ് പര്യടനത്തിനിടെ ഗാബയിൽ നടത്തിയ പ്രകടനം അതിനൊരു ഉദാഹരണം മാത്രം. ജൂൺ 20 ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം ആരംഭിക്കുന്നത്. 2025-27 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിലെ ഇന്ത്യയുടെ ആദ്യത്തെ പരമ്പര കൂടിയാണ് ഇംഗ്ലണ്ടിലേത്. പരമ്പരയ്ക്കുള്ള ടീമിനെ അധികം വൈകാതെ തന്നെ BCCI പ്രഖ്യാപിച്ചേക്കും. രോഹിത് T20യിൽ നിന്ന് വിരമിച്ചപ്പോൾ പകരക്കാരനായി അതുവരെ കേട്ടിരുന്ന ഹാർദിക്കിന് പകരം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി വന്നു. ഇനി അതുപോലെ ടെസ്റ്റ് നായകന്റെ കാര്യത്തിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം.